ലോക ക്രിക്കറ്റിലെ ശക്തന്മാരായ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചു കുഞ്ഞൻ ടീമായ നേപ്പാൾ. 2020 ലോകകപ്പിൽ ഇന്നലെ നടന്ന ഇംഗ്ലണ്ട് നേപ്പാൾ പോരാട്ടം അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു. 4 റൺസിന് അകലെയാണ് നേപ്പാളിന് അട്ടിമറി വിജയം നഷ്ടമായത്. ലോകകപ്പിലെ വമ്പൻ അട്ടിമറിയിൽ നിന്നും ഇംഗ്ലണ്ട് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസാണ് നേടിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിൻ്റെയും ജേക്കബ് ബദേൻ്റെയും അർദ്ധ സെഞ്ചുറി പ്രകടനവും വിൽ ജാക്സിൻ്റെ വെടിക്കെട്ട് ബാറ്റിങ്ങുമാണ് ഇംഗ്ലണ്ടിനെ 184 എന്ന സ്കോറിൽ എത്തിച്ചത്. ഹാരി ബ്രൂക്ക് 32 പന്തിൽ 53 റൺസും ജേക്കബ് ബദേൽ 35 പന്തിൽ 55 റൺസും വിൽ ജാക്സ് 18 പന്തിൽ 39 റൺസുമാണ് നേടിയത്. 17 പന്തിൽ 26 റൺസ് ജോസ് ബട്ടർ നേടി. മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ടിനെ വിറപ്പിക്കുന്ന പ്രകടനമാണ് നേപ്പാൾ പുറത്തെടുത്തത്. അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് നേടാൻ നേപ്പാളിന് കഴിഞ്ഞുള്ളൂ. ഇംഗ്ലണ്ടിനോട് പൊരുതി കീഴടങ്ങിയാണ് നേപ്പാൾ പരാജയപ്പെട്ടത്. 44 റൺസുമായി ദീപേന്ദ്ര സിംഗും 39 റൺസുമായി ലോകേഷ് ബാമുമാണ് നേപ്പാളിൻ്റെ ബാറ്റിംഗ് നിരയിൽ തിളങ്ങിയത്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഇംഗ്ലണ്ടും നേപ്പാളും തമ്മിലുള്ള മത്സരം നടന്നത്. കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ ഇന്ത്യയെ US വിറപ്പിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇംഗ്ലണ്ട് നേപ്പാളിന് മുന്നിൽ വിറയ്ക്കുന്ന കാഴ്ചയാണ് വാങ്കഡയിൽ വീണ്ടും കണ്ടത്.